നമസ്കാരം. മറ്റു ചികിത്സാ രീതികളിൽ നിന്നും ആയുർവേദ ശാസ്ത്രത്തെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? ഇതായിരുന്നല്ലോ ഇന്നലത്തെ വീഡിയോയിലൂടെ നമ്മൾ മുന്നോട്ട് വെച്ച ചോദ്യം. മനുഷ്യനെ മറ്റു ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം അറിവുകളും തിരിച്ചറിവുകളുമാണ്. എല്ലാ ജീവികൾക്കും അതിൻ്റെതായ നിലയിൽ അറിവുകളും തിരിച്ചറിവുകളുമുണ്ട്. എന്നാൽ എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്നുള്ള തിരിച്ചറിവാണ് മനുഷ്യൻ എന്ന ജീവിയെ പ്രസക്തനാക്കുന്നത്. അതില്ല എങ്കിൽ മറ്റു ജീവികളിൽ നിന്നും മനുഷ്യനുള്ള ഔന്നിത്യം നഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതാം. വ്യക്തിബോധവും സാമൂഹ്യബോധവും വളർത്തുന്നതിൽ ഭാരതീയ സംസ്കാരം വഹിച്ച പങ്ക് വളരെ വലുതാണ്. നളന്ദ, തക്ഷശില പോലെയുള്ള ലോകോത്തര സർവകലാശാലകളിൽ ലോകത്തെമ്പാടുമുള്ള വിജ്ഞാനദാഹികൾ ഭാരതത്തിൽ എത്തിയിരുന്ന കാലം. ആ കാലത്തെ ഭാരതത്തിലെ ചികിത്സാ സമ്പ്രദായമായിരുന്ന ആയുർവേദം കേവലം ഒരു രോഗം വന്നാൽ ചികിത്സിച്ചു മാറ്റാവുന്ന ഒരു ചികിത്സാ രീതി മാത്രമായിരുന്നോ? അല്ല. അതുതന്നെയാണ് ആയുർവേദത്തെ മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കിയിരുന്നത്. പിന്നെ എന്താണ് ആയുർവേദം? കൗതുകം തോന്നുന്നു, അല്ലേ? അതുതന്നെയാണ് തുടർന്നുള്ള വീഡിയോകളിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.